മോളാണ് മെസ്സേജ് അയച്ചതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇൻസ്റ്റ ഞാൻ ഇതിലിവിടെ ഐശുവിന് വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു ആളുണ്ടായിരുന്നു. ആളത് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരന് ഒരു മിനിറ്റ് ഞാൻ ഈ ഫോണൊന്ന് ചാർജ് കയറ്റി കൊടുപ്പോൾ ഓഫായി പോകും. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കൊണ്ട് ഈ ഗ്രൂപ്പിൽ വന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ചാനൽ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, പലരും പലത് പറയുന്ന 1000 കിട്ടി 500 മാമനൊക്കെ എടുക്കുമെന്ന് ലൈക്കടിച്ചു. അതിനെക്കുറിച്ച് ശരണി അങ്ങനെ ചെറിയൊരു എമൗണ്ട് കട്ട് ചെയ്യും, പക്ഷേ വളരെ. അപ്പോൾ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ചാനലിൽ യൂട്യൂബ് പണി തരും, കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസ് കോപ്പി ചെയ്തിടുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കുഴപ്പമില്ല ചേട്ടാ, കാരണം അവരെ എനിക്ക് അറിയാവുന്നവരാണ്, അവരെനിക്ക് പണി തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ചിലപ്പോൾ യൂട്യൂബിന് മനസ്സിലായി പണി തരും. അപ്പോൾ പുള്ളിക്കാരൻ മോണറ്റൈസേഷൻ അപ്പോൾ കിട്ടിയതായിരുന്നു. കിട്ടിയതിന് ശേഷം ഒരു മാസത്തെ പൈസ നന്നായിട്ട് പൈസ വരാനിരിക്കുന്ന സമയത്ത് യൂട്യൂബ് മെയിൽ അയച്ചു, നോട്ടിഫിക്കേഷൻ കൊടുത്തു, നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും, ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റും കൊടുത്തു. ഈ കഴിഞ്ഞ മാസം 30-ാം തീയതി എങ്ങാണ്ട് വരുന്നെന്ന് തോന്നുന്നു. ആ ഒരു ഡേറ്റും കൊടുത്തു, ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് എന്താ പറയുക, അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്, അത് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് മറ്റവർ എന്തായാലും പണി കൊടുക്കത്തില്ല. വീഡിയോസൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി നമുക്കത് ചെയ്തെടുക്കാം, ഒരു അപ്പീൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോസാണെന്ന് തോന്നി. അതുകൊണ്ട് നല്ല ഒരു അപ്പീൽ ക്രിയേറ്റ് ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് അടി കൊടുത്ത് ടീച്ചർമാർ ജയിക്കുമല്ലോ, അതേ രീതിയിൽ പുള്ളിക്കാരനെ കൊണ്ട് ഒരു അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ കൊടുത്തു. പക്ഷേ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും പണി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ആക്ച്വാലിറ്റി. ഇതിൽ കൂടുതൽ ഞാൻ